അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇരുട്ട് വരുത്തുന്നതും ദൈവമാ, വെളിച്ചം വരുത്തുന്നതും ദൈവമാ. അതുകൊണ്ടാണ് മികാപ്രവണത്തിൽ വായിക്കുന്നത്, കേൾപ്പിച്ചൊരു ദൈവം, കൊണ്ടുവന്നൊരു ദൈവം. എന്നിട്ട് അടുത്ത വാക്കുകൾ നോക്കൂ പ്രിയരെ. വേട്ടക്കാരൻ കെണിവെച്ച് കാത്തിരിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം എന്താ? കെണിയിൽ കുടുക്കിയാൽ ഞാൻ പിടിച്ചെടുക്കും. ആർക്കെതിരെയാ? ആശ്രയം ദൈവത്തിലായിരിക്കുന്ന, ദൈവത്തെ സങ്കേതമാക്കിയിരിക്കുന്ന, കോട്ടയായിരിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തിപ്പറയുന്ന, വാഴ്ത്തലർപ്പിക്കുന്ന തൻ്റെ ജനത്തെ കുടുക്കിലാക്കാൻ, കെണിയിലാക്കാൻ, വലയിലകപ്പെടുത്താൻ പിശാച് നിന്റെ തലമുറകളെയും നിന്നെയും പറ്റി ആഗ്രഹിക്കുമ്പോൾ അടുത്ത് നോക്കണമേ. മാരി ചെറുതല്ല, നാശമുണ്ടാക്കുന്ന മഹാമാരി ഇത് ആഞ്ഞടിക്കുമ്പോൾ, രൂക്ഷമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അവസ്ഥയിൽ തകരാൻ സാധ്യതയുണ്ടെന്ന് പിശാച് പറയുമ്പോൾ, ഇപ്പുറത്ത് ഭക്തൻ പറയുന്ന വാക്യം, അവിടുത്തെ തൂവലുകൾ കൊണ്ട് എന്നെ മറയ്ക്കും. എവിടെ? കെണി വരുമ്പോൾ, മഹാമാരി വരുമ്പോൾ. ആ ദൈവത്തിൻ്റെ തൂവൽ എന്ന് പറയുമ്പോൾ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ, ആ സ്ട്രോങ് ആയ ചിറകിന്മേൽ അത് വിരിച്ചു പറക്കെ അഭ്യസിപ്പിക്കുന്നത് പോലെ കഴുകൻ്റെ ചിറക് ബലഹീനമാവില്ല എത്ര പറന്നാലും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ സാഹചര്യങ്ങളെതിരായി വരുമ്പോൾ, കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വരുമ്പോൾ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സേട്ടകരമായ
ആ ചിറകുണ്ട തൂവലുകളുണ്ട്. അവിടെ ദൈവം സൂക്ഷിക്കുമെന്നാ ഭക്തൻ പറയുന്നത്. കണ്ടോ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. പിന്നെ നമുക്കറിയാം രാത്രിയിൽ വരുന്ന ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് തകർത്തു കളയുമെന്ന് വാദിക്കുന്ന സംഹാരത്തിൻ്റെ ശക്തികൾ. ഇതൊക്കെ വരുമ്പോഴും പേടിക്കാനില്ല. നമ്മുടെ കുറിവാക്യം ശ്രദ്ധേയമാണ്. നിന്റെ കണ്ണുകൊണ്ട് തന്നെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ വിളിച്ചു പറ, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. നോക്കൂ, ആർക്കാന്നറിയാമോ? കെണിയിൽ നിന്നെ ഒതുക്കാൻ, നിന്റെ ആത്മീയതയെ നശിപ്പിക്കാൻ, നിന്റെ പ്രാർത്ഥനയെ നശിപ്പിക്കാൻ, നിന്റെ തലമുറയുടെ നന്മകളെ അനുഭവിപ്പിക്കത്തില്ലെന്ന് പറയുന്ന, കാലതാമസം വരുത്തുമെന്ന് പറയുന്ന, നിന്റെ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന, നിന്റെ അഭിഷേകത്തിന് വിലയിടുന്ന ദുഷ്ടശക്തികൾ സമൂഹത്തിൽ നിനക്കെതിരെ ദൃഷ്ടിപ്പായിക്കുമ്പോൾ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണാൻ പോകുക. പ്രൈസ് ഗോഡ്. നോക്കൂ, മൊർദെഖായിയെയും എസ്തറിനെയും പേര് പോലും ദേശത്ത് വെച്ചേക്കത്തിൽ നിന്ന് വാദിക്കുന്ന ഹാമാന്യ ശക്തികൾ, അവർക്ക് വന്ന പ്രതിഫലം എസ്തർ കണ്ടു, മൊർദെഖായി കണ്ടു, യഹൂദ ജനം കണ്ടു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ ഈ വചനം വിളിച്ചു പറയുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിനെതിരെ, ശരീരത്തിനെതിരെ, കുടുംബജീവിതത്തിനെതിരെ, ഭാവിക്കെതിരെ, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്കെതിരെ വാതുകെട്ടി നിൽക്കുന്ന ദുഷ്ടശക്തിയുടെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകരുത്. വിളിച്ചു പറ, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം ഞാൻ കാണും. അതാണ് നമ്മൾ വായിച്ച വാക്യം. കാരണം ദൈവം എൻ്റെ സങ്കേതമാണ്. അതൊന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവം എനിക്ക് നൽകുന്ന വിടുതലുകൾ ഞാൻ കാണും. ജീവനുള്ളവർ ദേശത്തെഹോട് മുൻപാകെ ഞാൻ നടക്കും. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവം ഒരുക്കിയ രക്ഷ ഞാൻ കാണും. എൻ്റെ തലമുറയുടെ രക്ഷ ഞാൻ കാണും. ഞങ്ങൾ കുടുംബമായ ആത്മാവിൽ ശക്തരാകും. എൻ്റെ ശുശ്രൂഷയിൽ ദൈവം ചേഞ്ച് വരുത്താൻ പോകുന്നു. എന്നെ ആത്മാവിൽ ദൈവം ശക്തനാക്കാൻ തോന്നുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഞാൻ സജ്ജമാകുന്നു. വിളിച്ചു പറയാമോ, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവം ഒരുക്കി വെച്ച നന്മയുടെ ആ വലിയ തുക, ആ വലിയ അളവ്, ദൈവപ്രവൃത്തി ഞാൻ ഇന്ന് പകൽ കാണാൻ പോകുകയാണ്. പിശാച് പറയുന്നത് കാണിക്കത്തില്ല, നിന്നെ കെണിയിൽ ഒരുക്കാൻ, ആ കെണിക്കിലും കുഴിയിലും നിന്നെ തകർത്ത് കളയും, നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് പകലകത്തൊരു പ്രഖ്യാപനം, എൻ്റെ പ്രസ്ഥാനം അത് കാണാൻ പോകുകയാണ്. എൻ്റെ സഭയത് കാണാൻ പോകുകയാണ്. എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ അത് കാണാൻ പോകുകയാണ്. വിളിച്ചു പറയാമോ, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ, മറ്റാരുടെയുമല്ല. നിന്നെ തകർക്കാൻ നോക്കിയവരുടെ മുമ്പാകെ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുകയാണ്. നിൻ്റെ കണ്ണുകൊണ്ട് ദൈവം ഒരുക്കി രക്ഷ കാണാൻ പോകുകയാണ്. നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കുന്നത് കാണാൻ പോയ. എലിയാവേ തകർത്ത് കളയാൻ ഇസബൽ നോക്കിയപ്പോൾ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ, ഓരേബിലേക്ക് എത്തിച്ചത്, അടുത്ത തലത്തിലേക്ക് കൊണ്ടുവന്നത്, ആത്മാവിൽ നീ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടത് നീ കണ്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ ലോകവും കണ്ടു. ഇന്ന് പകൽ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് വിളിച്ചു പറ, ദൈവം എനിക്കൊരടയാളം നൽകിയിരിക്കും. ദൈവം എനിക്കൊരടയാളം നൽകിയിരിക്കും. എത്ര പേര് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഇന്ന് തന്നെ ദൈവം എനിക്കൊരുക്കിയ നന്മ ഞാൻ കാണും. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ നാളുകളായി എന്നെ ഒതുക്കിയ, എന്നെ തകർത്ത് കളഞ്ഞ അന്ധകാര മണ്ഡലങ്ങൾക്ക് വരുന്ന പ്രതിഫലം ഞാൻ കാണും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങളിരിക്കുന്ന ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യൂ, കിച്ചണിലാണെങ്കിൽ സ്തോത്രം ചെയ്യൂ, പ്രാർത്ഥനാ മുറിയിലാണെങ്കിൽ സ്തോത്രം ചെയ്യൂ. ഒരു വലിയ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ദൈവാത്മാവിനെ വെളിപ്പെടുത്താനുണ്ടാകും. നിരാശകൾ മാറട്ടെ, ആത്മാവിൽ നിങ്ങൾ ശക്തരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപയുടെ ആഴങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടുത്തിയ പിതാവേ, നിങ്ങളുടെ വചനത്തിനായി സ്തോത്രം.
നിങ്ങളുടെ ശക്തിക്കായി സ്തോത്രം, നിങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം, വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കെണികളെ പൊട്ടിച്ച് കുരുക്കുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന അത്യുന്നതനായ ദൈവം, ഞങ്ങളുടെ സങ്കേതമായ ദൈവം, ഞങ്ങളുടെ കോട്ടയായ ദൈവം അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ഞങ്ങൾ ആത്മാവിൽ കുടുംബമായി ആരാധിക്കുന്നത് കാണും. ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ തലമുറയുടെ വിടുതൽ കാണും. ഞങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ഞങ്ങളെ ഒതുക്കി ഞങ്ങളെ തകർത്തുകളെ ദുഷ്ടശക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് കാണും. ഇന്ന് പകലിലും കർത്താവ് തുറന്ന വഴികൾക്കായി, നിങ്ങൾ പ്രവർത്തിച്ച വിധങ്ങൾക്കായി, ഞങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ പറ, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ദൈവം ഒരുക്കിയ രക്ഷ, ദൈവം ഒരുക്കിയ വിടുതൽ, ദൈവം ഒരുക്കിയ മഹത്വം, ദൈവം ഒരുക്കിയ വാഗ്ദത്തങ്ങൾ കാണും. നിങ്ങളതനുഭവിക്കും, അതിലൂടെ നടക്കും. ഈ വചനങ്ങളാൽ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നം.